ഹായ്, നമസ്കാരം. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമ പോയി കണ്ടിരിക്കുകയാണ്. ഒരു വിനീത് ശ്രീനിവാസൻ സിനിമ. സിനിമ ഫുള്ള് വിനീത് ശ്രീനിവാസൻ പടം തന്നെയാണ്. പക്ഷേ ഒരു വിനീത് ശ്രീനിവാസൻ്റെ പടം എനിക്ക് ഒരു തൃപ്തി തന്നിട്ടില്ല ഈ സിനിമ. എനിക്ക് കണ്ടപ്പോൾ എന്തൊക്കെയോ കുറേ ക്ലീഷകളല്ല, സിനിമ തന്നെ ഒരു ക്ലീഷയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ വിനീത് ശ്രീനിവാസൻ്റെ ടച്ച് കൊടുത്ത് മ്യൂസിക്കിനൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് കൊടുത്ത്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുത്തൊരു ഒരു സിനിമ. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സിനിമ കൊണ്ട് ഏറ്റവും വലിയ പ്രയോജനം കിട്ടിയ ഒന്നാമത്തെ ആൾ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനാണ്. പുള്ളി ഒരുപാട് പടം ഈ കഴിഞ്ഞ വർഷവും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു പടം പോലും നല്ലൊരു, എന്താ പറയുക, നല്ല പടമെന്ന് പറയാൻ പറ്റത്തില്ല. പുള്ളി ചെയ്യുന്ന റോള് വളരെ സെയിം, എന്താ പറയുക, ഒരു ഭാവമാറ്റവും ഇല്ലാതെ ഒരു അഭിനയിക്കാൻ അറിയാത്ത ഒരാൾ ചെയ്യുന്ന പോലായിട്ടാണ് എനിക്ക് മിക്ക പടങ്ങളും തോന്നിയത്. മിക്ക പടങ്ങളും, അതായത് അതിൽ അങ്ങേർക്ക് അഭിനയിക്കാൻ അറിയത്തില്ല, അങ്ങേര് നല്ല പടങ്ങൾ ചെയ്തിട്ടില്ലെന്നല്ല പറയുന്നത്. അങ്ങേര് ലാസ്റ്റ് ഒരുപാട് ഇറങ്ങിയ ധ്യാൻ ശ്രീനിവാസൻ്റെ പടത്തിൽ എല്ലാം ഒരേ എക്സ്പ്രഷൻ, ഒരേ രീതി, ഒരേ ഭാവം, ഒരേ സംസാര രീതിയൊക്കെയായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ, വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ധ്യാൻ എന്ന ഒരു അഭിനേതാവിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഡബ്ബിങ്, അദ്ദേഹത്തിൻ്റെ, എന്താ പറയുക, അത് ഒരു പുള്ളി നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളി സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ, അതിൽ നിന്ന് മാറി കറക്റ്റ് ക്യാരക്ടറിന് വേണ്ടി എന്താണോ സംസാരിക്കാൻ, പുള്ളിയുടെ ആ സംസാര രീതി, അതെല്ലാം നല്ല രീതിയിൽ ധ്യാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ധ്യാനിന് ഏറ്റവും മുതൽക്കൂട്ടായിട്ടുള്ളൊരു പടം ഇത്. കാരണം ചിലപ്പോൾ അദ്ദേഹത്തിന് കുറച്ചും കൂടെ നല്ല രീതിയിൽ അഭിനയിക്കാൻ പറ്റിയ കുറേ പടങ്ങൾ ഈ സിനിമ കാണാൻ കിട്ടും. പിന്നെ പ്രണവിനെ കുറിച്ച് പറയുമ്പോൾ, പ്രണവിന് ഈ ക്യാരക്ടർ താങ്ങാൻ പറ്റുമെന്ന് താങ്ങിയിട്ടുണ്ട്. പുള്ളിക്ക് പ്രണവിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ക്യാരക്ടറിനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അഭിനയമായാലും ഡയലോഗ് ഡെലിവറി ആയാലും എന്തുമായാലും വിനീത് ശ്രീനിവാസൻ അങ്ങനെ കണ്ടെത്തിയല്ലോ. പ്രണവിനെക്കുറിച്ച് നമുക്കിങ്ങനെ പുള്ളിക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും തോന്നത്തില്ലായിരുന്നു. അങ്ങനെ ചെയ്യാനുള്ളൊരു കഴിവ് പ്രണവിനില്ല എന്നായിരിക്കും നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വിനീത് ശ്രീനിവാസന് ആ ഒരു കഴിവിനെ മനസ്സിലാക്കിയെടുത്ത് പുള്ളിക്ക് ഒരു ക്യാരക്ടർ കൊടുത്ത് പ്രണവും കയ്യടി അർഹിക്കേണ്ട ഒരാളാണ്. പിന്നെ ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിവിൻ പോളിയാണ്. പോളി അച്ചായൻ ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ കട്ട ഷോ ആയി പോകാനെ. ഉള്ള കാര്യം ഞാൻ പറയുകയാണ്. കട്ട ഷോ എന്ന് പറഞ്ഞാൽ സിനിമ ഒന്നുമില്ലാതായി പോകാനെ, ഒരു പോസിറ്റീവ് പോലും പറയാതെ ആൾക്കാരിങ്ങ് പോകാനെ. നിവിൻ പോളി വന്നതിന് ശേഷമാണ് സിനിമയ്ക്കൊരു ജീവൻ വെച്ചത്, ഒരു എനർജി. ഒരു സാധാരണ വിനീത് ശ്രീനിവാസൻ്റെ പടത്തിൽ മൊത്തം ഇതൊരു ഫീൽ ഗുഡ് ആണെങ്കിൽ പോലും ഒരു എനർജി, നല്ലൊരു വൈബിലാണ് സിനിമ. പക്ഷേ ആ ഒരു വൈബ് ഈ സിനിമ കിട്ടിയിട്ടില്ല. നിവിൻ പോളി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുറച്ച്, അത് തിയേറ്ററിൽ പോയി കണ്ടാലേ നമുക്ക് നിവിൻ പോളിയുടെ ഒരു രസം, അത് നല്ല രീതിയിൽ നിവിൻ പോളിക്ക് എന്തായാലും കുറേ കയ്യടി പുള്ളി വാങ്ങിച്ചു കൂട്ടേണ്ട സാധനം ഇതിനകത്തുണ്ടായിരുന്നു. പുള്ളിയുടെ തന്നെ ഒരുപാട് പടത്തിന് ശേഷം ഇത്രയും കയ്യടി കിട്ടിയ കുറച്ച് വളരെ ഒരു അരമണിക്കൂർ പോലും ഇല്ലെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ റോള്. പക്ഷേ നല്ല രീതിയിൽ കയ്യടി കിട്ടിയ പുള്ളി വേറെ ലെവലായിരുന്നു നിവിൻ പോളി. പിന്നെ അതുപോലെ ബേസിലുണ്ടായിരുന്നു. ബേസിൽ നല്ലൊരു റോളായിരുന്നു ബേസിലിന് കിട്ടിയത്. അതുപോലെ അജു വർഗീസിനും നല്ലൊരു റോളായിരുന്നു. പിന്നെ നമ്മുടെ കല്യാണി പ്രിയദർശൻ വളരെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ കുറവാണ്. ഇങ്ങനൊരു റോള് വേണമായിരുന്നോ, ചിലപ്പോൾ കിടക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കും. എന്തായാലും വലിയ കുഴപ്പമില്ലായിരുന്നു. ആകെ മൊത്തം ആൾക്കാരുടെ അഭിനയം ഒക്കെ വെച്ച് നോക്കുമ്പോൾ പടം ആ രീതിയിൽ കൊള്ളാം. അല്ലാതെ ഒരു തിരക്കഥ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ശോകമായിരുന്നു. ക്ലീഷയുണ്ട്, ലാഗും ഉണ്ട്. മെയിൻ പ്രോബ്ലം എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഹാഫ് നല്ല ക്ലീഷയാണ്, ലാഗാണ്. സെക്കൻഡ് ഹാഫ് ക്ലീഷയുണ്ട്, ലാഗ് ഇല്ലെന്ന് പറയാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. വിഷ്വൽസ് ആയാലും സംഭവം നമുക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. വിനീത് ശ്രീനിവാസൻ്റെ മറ്റുള്ള സിനിമകളിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊരു തട്ടേ കാണത്തില്ല ഈ സിനിമയ്ക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. 1-2 പാട്ടുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കുറേ പാട്ടുകളുണ്ട്. അതൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഓർത്ത് വെക്കേണ്ട രീതിയിലുള്ള പാട്ടുകളൊന്നുമില്ല. സാധാരണ വിനീത് ശ്രീനിവാസൻ്റെ എല്ലാ പാട്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലാണ്. ഇത് 1-2 പാട്ട് മാത്രം ഇച്ചിരി ജ്ഞാപകം ഇരിക്കും. അല്ലാതെ വേറൊരു പാട്ടും അങ്ങനെ ഒരു ഇമ്പ്രസ്സായിട്ട് എനിക്ക് തോന്നിയില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ആ 80s കാലഘട്ടം കാണിച്ച അത് ഒരു പ്രദേശത്തെ ഒരു സെറ്റാക്കിയിട്ടാണ് ഒരു ചെറിയൊരു പട്ടണം പോലെ കാണിച്ചിരിക്കുന്നതാണ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞത്. അതെന്തായാലും നല്ല ഭംഗിയായിട്ട് നമുക്ക് കറക്റ്റ് ആ കാലഘട്ടത്തോട് നീതി പുലർത്തുന്ന രീതിയിലായിരുന്നു അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും വിനീത് ശ്രീനിവാസൻ്റെ പടത്തിൽ ഞാനൊരു പ്രതീക്ഷ വെച്ചുകൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു വിനീത് ശ്രീനിവാസൻ്റെ പ്രതീക്ഷ കിട്ടിയില്ല. എനിക്ക് ആ ഒരു നിരാശയായിരുന്നു എനിക്ക് കിട്ടിയത്. ഒരു വിനീത് ശ്രീനിവാസൻ്റെ പടം കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു തൃപ്തി കിട്ടുന്നുണ്ട്. ആ ഒരു തൃപ്തി ഈ പടത്തിലില്ലായിരുന്നു. പല സ്ഥലത്തും ജീവനില്ലാത്ത കുറേ കഥാപാത്രം ആയിരുന്നു. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഏറ്റവും കൂടുതൽ അതിൽ അഭിനയിച്ച എല്ലാവർക്കും അഭിമാനിക്കാം. നല്ല രീതിയിൽ എല്ലാവരും ചെയ്തു വെച്ചിട്ടുണ്ട്.
ഒരു സിനിമ ഈ സിനിമ മോശമൊന്നും പറഞ്ഞില്ല. എൻ്റെ ഇത് നോക്കുമ്പോൾ എനിക്കൊരു നിരാശ. അതായത് വിനീത് ശ്രീനിവാസൻ്റെ ഒരു പടം എനിക്ക് ഒരു തൃപ്തി കിട്ടാത്തതിൻ്റെ ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അഭിനയിച്ച എല്ലാവരും ഒരേ പൊളിതായിരുന്നു. എല്ലാത്തിനെയും കൊണ്ട് നല്ല രീതിയിൽ പണി എടുപ്പിച്ചിട്ടുണ്ട് വിനീത് ശ്രീനിവാസൻ. സാധാരണ വിനീത് ശ്രീനിവാസൻ നല്ല ഒരു 4-5 വർഷമൊക്കെ എടുത്തിട്ടാണ് ഒരു പടം എടുക്കുന്നത്. ഇത് ഹൃദയം എടുത്തതിന് ശേഷം തന്നെ പെട്ടെന്ന് 1-2 വർഷത്തിനുള്ളിൽ തന്നെ അടുത്ത പടം കയറി പുള്ളി എടുത്ത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുള്ളി പതിയെ ഇരുന്ന് 1, 2, 3, 4, 5 വർഷമൊക്കെ എടുത്ത് ഒരു പടം എടുക്കുന്നതാണ്. ഇത് കുറച്ച് പെട്ടെന്ന് എടുത്തുകൊണ്ടായിരിക്കാം കുറച്ച് ക്ലീഷകൾ. പുള്ളിയുടെ പടത്തിൽ പല ക്ലീഷകളും ക്രിഞ്ചുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് കുറച്ചല്ല, കഥ മൊത്തം ക്ലീഷയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ ലാഗുകൊണ്ട് നീമ്പോളി ഉള്ളത് കൊണ്ട് കുറച്ച് ഒന്ന് രസിക്കാൻ പറ്റിയിട്ടുണ്ട്.